നേതാവ് ഒന്നുകിൽ മുടങ്ങി കിടക്കുന്ന വക്കീൽ വിരുദ്ധം കൂട്ടി അല്ലെങ്കിൽ പെട്രോൾ പമ്പ് ക്യാഷിലുള്ള വിഷയം മാറ്റി സാറിനോട് പറഞ്ഞ് ഞാൻ ആ ജോലി നിനക്ക് വാങ്ങിച്ചത് എനിക്ക് അവൻ ജോലി പോയി കാണുന്നില്ല ഞാൻ കാണും എവിടെ എന്തെല്ലാം കാര്യങ്ങളില്ലേ അതെന്താ നീ അങ്ങനെ പറയാം നീ എന്നത് പിന്നെ എങ്ങനെയാണ് സാറ് ഞാൻ കുടിക്കുന്നത് നല്ലതല്ല മനുഷ്യൻ ഒപ്പ് കുടിക്കാൻ പോകും എന്നെപ്പോലെ ഇരിക്കുന്നത് തന്നെ പക്ഷെ താൻ നിനക്ക് വേണ്ടി മാക്സിമം പിടിച്ചു നോക്കിക്കൊള്ളു എന്നറിയാലോ പക്ഷെ എന്നാലും സ്വാധീന മേഖലയിൽ നീ തന്നെ പ്രവർത്തിക്കാൻ ശരിയാവും അതില്ല നിങ്ങളാണ് എല്ലാ വോട്ടും കിട്ടിയിട്ടു ഇനി വല്ലോടത്തിന്റെ ലീഗാണ് അവിടെ സൗകര്യം ഗ്രഹിക്കാൻ നടത്തിയത് നിന്റെ വിഷമം എനിക്കറിയാം പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനെന്ന് നീയറിയാം ഞാൻ നോക്കുന്നത് പാർട്ടി മുഴുവൻ പരിപാടി നമ്മുടെ പാർട്ടിയില്ല അതൊന്നും എനിക്കറിയാം ഞാൻ കുറച്ചൊന്നും അറിയിക്കണം കൂടുതലൊന്നും പറയാം ഇപ്പൊ നിന്റെ മൂട് ശരിയായി ലോകം ഈ ഇലക്ഷനിൽ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ തന്നെ വൈകിട്ട് നീ വീട്ടിലേക്ക് നമുക്ക് ഒറ്റ ചെയ്യുന്നു എനിക്ക് 3 കാലം തരാനോ നോക്ക് ഞാനൊരു പേഴ്സണൽ കാര്യം പറഞ്ഞു എനിക്ക് വേണ്ടി ഞാൻ ചെയ്യൂ എന്നാ അതെ പൈസയുടെ ഒരു ബന്ധു വിളിച്ച് പറഞ്ഞതാണ് കാനഡയിൽ ഒരു ലേഡി വന്നിട്ടുണ്ട് അവർക്ക് ഇവിടെ എന്തൊക്കെയോ ചില പണികളുണ്ട് എനിക്ക് ഈ തിരക്കിലിടയിൽ അതൊന്നും അന്വേഷിച്ചാൽ നേരെ എനിക്ക് വേണ്ടി നീ അവരെ പോയി ഒന്ന് കണ്ട് സഹായത്തിന് ആരെങ്കിലും വേണം എന്ന് പറയില്ല എന്റെ ആവശ്യം നീണ്ടെങ്കിൽ എന്നെ വിളിച്ചത് ശരിയല്ല ഞാനല്ലേ പറയുന്നത് നീ ഒന്ന് ചെല്ലടാ ചക്കര പക്ഷേ ഞാനിനെ നോക്കിക്കൊള്ളാം ഇതൊന്ന് പോയി ഞങ്ങളുടെ നിർവഹണം ഇത് ഞങ്ങളുടെ മുമ്പത്തെ അച്ഛനെടുക്കട്ടെ ഓക്കെ ഇത്രയും മതി താങ്ക് യു സോ മച്ച് വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ പറയാം സമയം ഇഷ്ടപ്പെട്ട് പറഞ്ഞില്ല ഞാൻ 5 മണി കഴിച്ചില്ല വരൂ
അതെ, ഞാൻ ആരാന്ന് ചോദിച്ചു നാളെ ഒരു ഓർഡർ ഉണ്ട്. അയ്യോ ആരാ? ഞാൻ വൈകുന്നില്ല ഈ കോൺഫറൻസിന്റെ നന്ദിയില്ല. സോറി മിസ്റ്റർ ഉൾപ്പണിക്കാരൻ എനിക്ക് സാഹചര്യമാണ് കരുതിയത്. പണിക്കാരൻ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാ കാര്യത്തിലാണ് പറഞ്ഞത്? കുഴപ്പമില്ല, അങ്ങനെ സാധാരണ സമയത്തിന് വേണ്ടെന്ന് പറഞ്ഞു. നമുക്കത് ചെയ്യാം. ഓക്കെ എനിക്ക് വീട്ടിൽ സംസാരിക്കാം. വേണം ഞാൻ പറഞ്ഞു. ഞാൻ ആ ഷോപ്പിലായിട്ട് നിങ്ങളെ സാധനം വരെ എത്തിക്കാൻ കഴിയുന്നത് ജോലിയുടെ സ്വഭാവം മനസ്സിലായി. പക്ഷെ പറ്റിയ ആളെ കിട്ടാൻ അറിയില്ല. എന്നാ കണ്ടു ഒരു 2000 രൂപ ആണ് ലാഭത്തിനൊരു ചെറിയ മകൻ വരാമോ? 2004 കിട്ടിയാലും അയ്യോ ഒരു 2003 എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതെ 2000 രൂപ വെറുതെ 2000 അതെ 2000 ആളെ സംഘടിപ്പിക്കാം, പറ്റിയ ആളുകളുണ്ട്. പക്ഷെ വള്ളിക്കാരൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും നടത്തി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയവരാണ് അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രമാത്രം അവരെയും കഴിവും ഉത്തരവാദിത്വം ആവശ്യമുള്ള ജോലിയാണ്. അങ്ങനെ അപ്പൊ ശമ്പളം വേറെ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിയായിട്ടുള്ള കൃഷികളൊക്കെയാണ്. ജോലിക്കിടയിൽ ഹൈക്കമാൻഡ് പോലെ വിഐപി നിന്നെ കാണുന്ന നിർബന്ധം ഞാൻ ഒന്ന് പോയിട്ട് വന്നു. അത് കുഴപ്പമില്ല. പക്ഷെ മുൻകൂടി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ശരണത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതൊരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചുമ്മാ ചോദിച്ചല്ലോ. നമുക്ക് തോന്നിക്കാണ്. ഓക്കെ പിന്നെ ഞാൻ ചെറിയ കാര്യം പറഞ്ഞാൽ ശരണത്തിന് തോന്നരുത്. ജോലിയുടെ ഭാഗമായിട്ട് നമ്മളൊന്ന് യാത്ര ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് താമസിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അടുത്തിടപെടുമ്പോൾ ശരണം തെറ്റിദ്ധരിച്ചു വരും. എന്നാ പറ്റുക? എനിക്കെടുത്ത രീതികളെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിയുള്ളൂ. എന്നാലും പെണ്ണുങ്ങളോട് മലയാളികളെ കുറിച്ച് എന്തോ ചെറിയ കല്ലിനത്തെ ഇല്ലേ എനിക്ക് തോന്നിയിരുന്നു. വേറൊന്നുമല്ലോ, കഴിഞ്ഞ ആഴ്ച എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ ഒരാൾ ജോയിൻ ചെയ്തു. കണ്ടെന്നല്ല മാന്യം. പക്ഷെ അടുത്ത് വരുമ്പോഴേക്കാണ് എന്റെ തനികളും മനസ്സിലായത്. പരിചയപ്പെട്ട് 2-ാം ദിവസം ഞാൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അയ്യോ ഇത് ടൈമിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ടൈമിൽ മാനേജ് ചെയ്തപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. ഞാൻ മുതൽ സ്റ്റാറ്റസ് ആകുമ്പോൾ എന്നാൽ വലിയൊരു കാര്യമില്ല. വെളിച്ചത്തിരിക്കാൻ മാത്രമല്ല അതിനൊരു ഫേസ് കിട്ടുന്നുണ്ട്. അത് നല്ലത്. പക്ഷെ എന്റെ കാര്യത്തിൽ നാം പേടിയാണ്. ഒന്നാമത്തെ ഞാനൊരു പബ്ലിക്കായതുകൊണ്ട് നിശ്ചയമായ മുഖവും ഞാൻ മാന്യമായിട്ട് മാറും. ഉദാഹരണം ഒരു പരിചയമില്ലാത്ത നമ്പറിൽ വിളിച്ചോളും ഞാൻ ചിന്തിക്കാൻ അതൊരു വിവാദം. രണ്ടാമത്തെ കാര്യം ഞാനൊരു പെൺകുട്ടിയായിട്ട് ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം എന്റെ സങ്കല്പം